ഞാൻ ഉപയോഗിക്കുന്ന സോണിയുടെ A7R5 എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഫീച്ചറാണ് അതിൻ്റെ ഫോക്കസ് ബ്രാക്കറ്റിംഗ് എന്നുള്ളത്. ഇപ്പോൾ ഫോക്കസ് ബ്രാക്കറ്റിംഗ് കൂടുതലായിട്ട് ഉപയോഗിക്കാൻ വരുന്നതെന്ന് വെച്ചാൽ മാക്രോ ഫോട്ടോഗ്രാഫി, അതുപോലെ തന്നെ പ്രൊഡക്റ്റ് ഫോട്ടോഗ്രാഫി, അത് ഫുഡ് ഫോട്ടോഗ്രാഫി, അത്തരത്തിലുള്ള ഫോട്ടോഗ്രാഫി ചെയ്യുമ്പോൾ അതിൻ്റെ സബ്ജക്റ്റിൻ്റെ എല്ലാ ഭാഗങ്ങളും ഫോക്കസിങ്ങിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമുക്ക് ഫോക്കസ് ബ്രാക്കറ്റിംഗ് എന്നുള്ള ഒരു ഓപ്ഷൻ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉപയോഗിച്ചിട്ട് നല്ല ഇമേജ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഈ പ്രൊഡക്റ്റിൻ്റെ ഒക്കെ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഫുൾ ഡെപ്ത് കിട്ടണമെങ്കിൽ നമ്മൾ അപ്പർച്ചറൊക്കെ നമ്മൾ ഈ 22 ഒക്കെ കട്ട് ചെയ്യേണ്ടി വരും. 22 ഒക്കെ കട്ട് ചെയ്യേണ്ട സമയത്ത് നമ്മൾ അത്രയും ലൈറ്റ് സോഴ്സ് ഉപയോഗിക്കേണ്ടി വരും. അത്രയും ബുദ്ധിമുട്ടുകളുണ്ട്. അത് തന്നെ ചിലപ്പോൾ നമുക്ക് ഈ എല്ലാ ഡെപ്തിലേക്ക് കൊണ്ടുവരാൻ പറ്റിയെന്ന് വരില്ല. അല്ലാതെ തന്നെ നമുക്ക് ഈ ഫോക്കസ് ബ്രാക്കറ്റിംഗ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഏറ്റവും നിയറസ്റ്റ് ആയിട്ടുള്ള ഫോക്കസിങ് ഏരിയ മുതൽ അതിൻ്റെ ഡെപ്ത് എത്ര വരെ വരുന്നുണ്ടോ അത്രയും ഭാഗം വരെ നമുക്ക് ഫോക്കസിങ്ങിലേക്ക് കൊണ്ടുവരാൻ പറ്റും. ഇപ്പോൾ ഫോക്കസിങ് ബ്രാക്കറ്റിംഗ് 2 ഘട്ടമായിട്ട് ചെയ്യുന്നത്. അതായത് ഒന്നാമത്തെ ഘട്ടം എന്ന് വെച്ചാൽ നമ്മുടെ സബ്ജക്റ്റിൻ്റെ എല്ലാ ഭാഗങ്ങളും, അതായത് നിയറസ്റ്റ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റിൻ്റെ അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റിൻ്റെ ഏറ്റവും നിയറസ്റ്റ് ആയിട്ടുള്ള ഭാഗം മുതൽ അതിൻ്റെ എൻഡ് വരെയുള്ള ഭാഗങ്ങളും സെപ്പറേറ്റ് ഫോക്കസിങ് ഷിഫ്റ്റ് ചെയ്തുകൊണ്ട് ഓരോ ഭാഗങ്ങളും ഷൂട്ട് ചെയ്തുകൊണ്ട് ഒരു 50-60 ഇമേജ് ഷൂട്ട് ചെയ്തതിന് ശേഷം അത് എഡിറ്റിംഗ് സോഫ്റ്റ്വെയറിലേക്ക് വരികയും നമുക്ക് ഫോട്ടോഷോപ്പായി തന്നെ ഉപയോഗിക്കാൻ പറ്റും. അല്ലെങ്കിൽ തേർഡ് പാർട്ടി ഒരുപാട് സോഫ്റ്റ്വെയറുകളുണ്ട്. ഫോട്ടോഷോപ്പ് തന്നെ നമുക്ക് ഈ 50ഓളം ഇമേജിനെയും സ്റ്റാക്ക് ചെയ്തുകൊണ്ട് ഒരു ഇമേജാക്കി മാറ്റിയിട്ട് അത്രയും ഡെപ്തിലേക്ക് നമുക്ക് ഫോക്കസിങ് ബ്രാക്കറ്റിങ്ങും അതുപോലെ തന്നെ ഫോക്കസിങ് സ്റ്റാക്കിങ്ങും ഉപയോഗിച്ചിട്ട് നല്ല രീതിയിലുള്ള ഡെപ്തുള്ള ഫോട്ടോസ് എടുക്കാൻ പറ്റും. ഇപ്പോൾ പ്രൊഡക്റ്റ് ഫോട്ടോഗ്രാഫി ആയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതുപോലെയുള്ള ഫുഡ് ഫോട്ടോഗ്രാഫി ആണെങ്കിലും വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു ഫീച്ചറാണ് ഈ സോണി ക്യാമറയിലുള്ള ഫോക്കസ് ബ്രാക്കറ്റിംഗ് എന്നുള്ള ഒരു ഫീച്ചർ. ഫോക്കസ് ബ്രാക്കറ്റിങ്ങിൽ ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വെച്ചാൽ ക്യാമറ എപ്പോൾ സ്റ്റഡി ആയിരിക്കണം. അതായത് ട്രൈപോഡ് തന്നെ മസ്റ്റായിട്ട് ഫിക്സ് ചെയ്തതിൽ മാത്രമേ നമുക്ക് ഇത് നല്ല രീതിയിൽ ചിത്രീകരിക്കാൻ പറ്റുള്ളൂ. കയ്യിൽ വെച്ചിട്ട് ഒരിക്കലും ചെയ്യാൻ പറ്റില്ല. ഫോക്കസ് ബ്രാക്കറ്റിംഗ് ക്യാമറയിൽ സെറ്റ് ചെയ്യുന്നത് അത് നമ്മൾ മെനു എടുക്കുക. മെനുവിലേക്ക് ഷൂട്ടിംഗ് മെനുവിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിൽ ഡ്രൈവ് മോഡ് ഉണ്ടാവും. എൻ്റെ ഈ ക്യാമറയിൽ 5ാമതായിട്ടാണ് ഡ്രൈവ് മോഡ് കാണിക്കുന്നത്. ഡ്രൈവ് മോഡിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിൽ സിംഗിൾ ഷൂട്ടിങ്, കണ്ടിന്യൂസ് ഷൂട്ടിങ് ഇങ്ങനെയൊക്കെ കാണാം. അതിൽ നിന്ന് വീണ്ടും താഴോട്ടേക്ക് വന്നാൽ അവിടെ ഫോക്കസ് ബ്രാക്കറ്റിംഗ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. ഒന്നാമത് ചെയ്യേണ്ടത് സ്റ്റെപ്പ് വിഡ്ത്താണ്. അത് പ്രീസെറ്റായിട്ട് 4 ഉണ്ടാവുക. ആ സ്റ്റെപ്പ് വിഡ്ത്ത് നമുക്ക് താഴോട്ടേക്ക് 3, 2, 1 എന്നുള്ള രീതിയിലേക്ക് മുകളിലോട്ടേക്ക് ഏകദേശം ഒരു 10 വരെയും നമുക്ക് സ്റ്റെപ്പ് വിഡ്ത്ത് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് കോമൺ ആയിട്ട് 4, 5 സ്റ്റെപ്പ് വിഡ്ത്ത് മതിയാവും. അതായത് നമ്മൾ എടുക്കാൻ ഉദ്ദേശിക്കുന്ന പടം മാക്രോ ആണോ അതുപോലെ തന്നെ വൈഡ് ആണോ എന്നുള്ള അനുസരിച്ചിട്ടാണ് സ്റ്റെപ്പ് വിഡ്ത്തിൽ വേരിയേഷൻ വരിക. രണ്ടാമത് ചെയ്യേണ്ടത് നമ്പർ ഓഫ് ഷോട്ട്സ് ആണ്. ഇതിനകത്ത് നമുക്ക് ഒരു ഷോട്ട്സ് മുതൽ അതുപോലെ തന്നെ 299 ഷോട്ട്സ് വരെ എടുക്കാൻ, ഒരു ക്ലിക്കിൽ എടുക്കാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. കോമൺ ആയിട്ടുള്ള പടം എടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരു 60 നമ്പർ ഓഫ് ഷോട്ട്സ് വെച്ചാലും മതിയാവും. നമ്മൾ 60 വെച്ച് കഴിഞ്ഞാൽ തന്നെ നമ്മൾ എടുക്കുന്ന ഒബ്ജക്റ്റിൻ്റെ ഡിസ്റ്റൻസ് അതുപോലെ തന്നെ അത് തമ്മിലുള്ള ക്ലോസ് ഫോക്കസിങ് ഇൻഫിനിറ്റിയും തമ്മിലുള്ള വേരിയേഷൻ നോക്കി അതുപോലെ തന്നെ നമ്മൾ എത്ര സ്റ്റെപ്പ് വിഡ്ത്ത് കൊടുത്തു അതിനനുസരിച്ചിട്ട് നമ്പർ ഓഫ് ഷോട്ട്സ് ക്യാമറ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് സെലക്ട് ചെയ്യും. നമ്മൾ 60 വെച്ച് കഴിഞ്ഞാൽ തന്നെ ചിലപ്പോൾ അതായത് 30 അല്ലെങ്കിൽ 20 പടങ്ങൾ മാത്രമേ ചിലപ്പോൾ എടുക്കേണ്ട ആവശ്യം വരുന്നുണ്ടാവും. ഇതിൻ്റെ രണ്ടാമത്തെ ഘട്ടം എന്ന് വെച്ചാൽ പിന്നെ എഡിറ്റിങ്ങിലാണ്. എഡിറ്റിങ്ങിലാണ് ഞാൻ ചെയ്തിരിക്കുന്നത് വെച്ചാൽ ലൈറ്റ് റൂം ക്ലാസിക്കിൽ ന്യൂ കാറ്റലോഗ് എടുത്ത് അവിടെ ഫോട്ടോസ് നമ്മൾ എടുത്തിരിക്കുന്ന നമുക്ക് ഫോക്കസ് ബ്രാക്കറ്റിലേക്ക് കൂടി ലഭിച്ചിരിക്കുന്ന ഏകദേശം ഒരു 30ഓളം എത്ര പടമാണോ അത്ര പടം. ഇപ്പോൾ ഞാൻ എക്സാമ്പിളായിട്ട് ഒരു 15 പടം എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഡെവലപ്പിൽ പോയി നമുക്ക് ബേസിക് കറക്ഷൻസ് ഒക്കെ ചെയ്യാം. ഇതിനകത്ത് നമുക്ക് ഒന്നാമത്തെ പടം എടുത്താൽ കാണാം അത് ഫോക്കസ് ഏറ്റവും ഫ്രണ്ടിലാണ്. ക്യാമറയുടെ ഏറ്റവും നിയറസ്റ്റ് ആയിട്ടുള്ള ഭാഗത്താണ് ഫോക്കസ് ആയിട്ടുള്ളത്. ഏറ്റവും അവസാനത്തെ പടം കണ്ടാൽ അത് ഏറ്റവും എൻഡ് ഭാഗമാണ് ഫോക്കസ് ആയിട്ടുള്ളത്. അതിനുശേഷം ഓൾ ഇമേജ് സെലക്ട് ചെയ്ത് റൈറ്റ് ബട്ടൺ അടിച്ച് എഡിറ്റ് ഇന്നിൽ പോയതിനു ശേഷം ഓപ്പൺ ആസ് ലെയർ ഇൻ ഫോട്ടോഷോപ്പിൽ സിംഗിൾ ഡോക്യുമെൻ്റ് തന്നെ മുഴുവൻ ലെയറുമായിട്ട് ഓപ്പൺ ചെയ്യും. ഫോട്ടോഷോപ്പിൽ ഓപ്പൺ ചെയ്തിരിക്കുന്ന ഈ മുഴുവൻ ലെയേഴ്സും സെലക്ട് ചെയ്തതിന് ശേഷം അവിടുന്ന് എഡിറ്റ് പോവുക. എഡിറ്റിൽ നിന്ന് ഓട്ടോ അലൈൻ ലെയേഴ്സ് കൊടുക്കുക. അതിനുശേഷം അത് ഓട്ടോ സെറ്റ് ചെയ്യുക. അതിനുശേഷം ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഈ എല്ലാ ലെയറും ഓട്ടോമാറ്റിക്കായിട്ട് ലെയർ അലൈൻമെൻറ്റ് ചെയ്തിരിക്കും. വീണ്ടും എന്ത് ചെയ്യുക വെച്ചാൽ എഡിറ്റ് പോവുക, ഓട്ടോ ബ്ലെൻഡ് ലെയേഴ്സ് കൊടുക്കുക. ഓട്ടോ ബ്ലെൻഡ് ലെയേഴ്സ് കൊടുത്തതിന് ശേഷം സ്റ്റാക്ക് ഇമേജ് കൊടുക്കുക. അതിനുശേഷം ഓക്കെ കൊടുക്കുക. ഓട്ടോമാറ്റിക്കലി ഈ ഇമേജുകൾ സ്റ്റാക്ക് ചെയ്ത് വരും. നമുക്ക് അതിന് ശേഷം പിന്നീട് ഈ ലെയർ മാസ്കോ അതുപോലെ തന്നെ ബ്രഷ് ടൂൾ ഉപയോഗിച്ചിട്ട് ഇതിന് ഫൈൻ ട്യൂൺ ചെയ്യണമെങ്കിൽ ഫൈൻ ട്യൂൺ ചെയ്യുക. എവിടെയെങ്കിലും എന്തെങ്കിലും എററോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമുക്ക് ഫൈൻ ട്യൂൺ ചെയ്തിട്ട് ഏറ്റവും നല്ല മികച്ച ഔട്ട്പുട്ടാക്കി എടുക്കാൻ പറ്റും. ഫോട്ടോഷോപ്പിൽ വെച്ചിട്ട് ഇതുപോലെയാണ് നമ്മൾ ഫോക്കസ് ബ്രാക്കറ്റ് ചെയ്ത ഇമേജുകൾ സ്റ്റാക്ക് ചെയ്തെടുക്കുന്നത്. ഫോക്കസ് ബ്രാക്കറ്റിങ്ങിന് മാത്രമായിട്ടുള്ള ഹെലിക്കൺ ഫോക്കസ് അതുപോലെ തന്നെ സെറിൻ സ്റ്റാക്കർ എന്നുള്ള നല്ല ഒരുപാട് തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസ് കിട്ടും. പക്ഷെ എന്നാലും നമുക്ക് ഫോട്ടോഷോപ്പിൽ തന്നെ മികച്ച രീതിയിൽ തന്നെ നമുക്ക് സ്റ്റാക്ക് ചെയ്ത് എടുക്കാൻ പറ്റുന്നതാണ്. ഈ വീഡിയോ മുഴുവനായും കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും നന്ദി പറയുന്നു.
ഇത്തരത്തിലുള്ള താല്പര്യമായുള്ള വിഷയങ്ങൾ ഇൻട്രസ്റ്റിംഗ് ആണെങ്കിൽ നമ്മുടെ കൂടെ കൂടാവുന്നതാണ്. ഇത്തരത്തിലുള്ള ടിപ്സുകൾ, എൻ്റെ അറിവുകൾ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. താല്പര്യമുള്ളവർക്ക് നമ്മുടെ കൂടെ കൂടാവുന്നതാണ്.